ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ അട്ടത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല, കെൻറ്റിൻ്റെ എഗ് ബോയിലർ ആണ് കേട്ടോ. 1 ഇയർ ആയി ആള് റാക്കിന് മുകളിൽ ഇരിക്കുന്നു. ഇപ്പം അത് ഉപയോഗിക്കാൻ ഒരു പൂതി. എൻ്റെ ഫ്രണ്ട് ഗീത ഹൗസ് വാമിങ്ങിന് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അവൾക്ക് ഹൗസ് വാമിന് വരാൻ പറ്റിയില്ലെങ്കിലും ഗിഫ്റ്റ് കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് കിട്ടിട്ടോ. ഇലക്ട്രിക് എഗ് ബോയിലർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും യൂസ് ചെയ്യുന്നതും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കിംഗ് എന്നൊന്ന് നോക്കാം. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഗ്ലാസ് അല്ല, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിനകത്ത് എഗ്ഗ് വെക്കാൻ പറ്റുന്ന ഒരു ട്രേ ഉണ്ട് കേട്ടോ. 6 eggsൻ്റെ ആണ്. പിന്നെ ഇതിന് അകത്ത് ഒരു അലുമിനിയം ഫോയിൽ പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഓഫ് ചെയ്യുന്നതിനും ഓൺ ചെയ്യുന്നതിനും വേണ്ടി ഒരു പവർ ബട്ടണും കൂടി ഉണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഒരു സംഭവമാണ് ഈ മെഷറിംഗ് കപ്പ്. ഇതിലൊരു നീഡിലൊക്കെ വരുന്നുണ്ട്. ഈ നീഡിൽ എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ എഗ്ഗ് വേവുന്ന മീഡിയത്തിലാണോ സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്നൊക്കെ നമ്മൾ ഈ മെഷറിംഗ് കപ്പിൽ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്ത് നോക്കാം. മെഷറിംഗ് കപ്പിലേക്ക് ഞാൻ ഹാർഡ് ബോയിൽ ആവുന്നതിനുള്ള മെഷറിങ്ങിനുള്ള വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. മെഷർ ചെയ്തെടുത്ത വെള്ളം എഗ് ബോയിലറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായി എഗ് ട്രേയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ എഗ്ഗായിട്ട് ഈ ട്രേയിലുള്ള കുഴികളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു പ്രാവശ്യം 6 എഗ്ഗ് വെച്ചിട്ടാണ് കേട്ടോ ബോയിൽ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഓരോ എഗ്ഗും അതിൻ്റെ ആ കുഴിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടോപ്പ് വെച്ച് അടച്ചു കൊടുത്ത് പവർ ഓൺ ആക്കാം. പവർ ബട്ടണിൽ ബ്ലൂ ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി എഗ്ഗ് ബോയിൽ ആയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും പിന്നെ 1 വർഷം മേലെ ഇരുന്നത് കൊണ്ടും ഞാൻ അതിലോട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സംഭവം ശരിയാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബോയിൽ ആവണുണ്ട് കേട്ടോ. കാരണം ആ ടോപ്പിലൊക്കെ ഈ നീരാവി പോലത്തെ ആ സംഭവം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ടൈമൊക്കെ നോക്കിയിരുന്നേ. കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ ബോയിലർ ഓഫ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവസ്ഥ എന്താ നോക്കാം. വെന്തോ വെന്തില്ലേ എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയ്തപ്പോൾ എഗ്ഗ് നല്ല ചൂടുണ്ട്. പിന്നെ അതിനുള്ളിൽ വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയി പോയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു കളർ മാറി, എന്തോ ഇങ്ങനെ കളർ മാറിയ പോലെ ഉണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. ശരി, ഞാനത് മാറ്റി വെച്ചിട്ട് തോടൊക്കെ എളുപ്പത്തിൽ തന്നെ കളയാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഫുൾ എഗ്ഗും കാണാം. ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തും കൂടി നോക്കാം കേട്ടോ. ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും എഗ് ബോയിലർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. കിടിലൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.